വേദപുസ്തക പഠനത്തിൽ ഏറ്റവും ശ്രദ്ധ നേടിയ ഒരു പാഠ്യ വിഷയമാണ് അനുഗ്രഹവും ശാപവും എന്നത്. മിക്കവാറും മനുഷ്യ മനസ്സുകളിൽ ഈ രണ്ട് പദങ്ങൾ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ക്രൈസ്തവരും ക്രൈസ്തവ ഇതര വ്യക്തികളും ആവർത്തിച്ച് പറയുന്ന വാക്കുകളിൽ രണ്ട് പ്രധാനപ്പെട്ട പദങ്ങളാണ് അനുഗ്രഹവും ശാപവും എന്നത്. തിരുവെഴുത്തിൽ ഈ വസ്തുതകളെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളതാണ് ടെൻഡ് ഹോളി സ്പിരിറ്റ് ഇന്ന് പരിശോധിക്കുന്നത്. മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയംഗമായ സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ അനുഗ്രഹവും ശാപവും എന്ന ഈ രണ്ട് പദങ്ങൾ ആദ്യം കാണുന്നത് തുടക്ക പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തിയിൽ തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വാഴുവിൻ എന്നവരോട് കൽപ്പിച്ചു. അനുഗ്രഹം എന്ന ആദ്യത്തെ പദം ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 1:28-ലാണ്. ഇതേ പുസ്തകത്തിൽ തന്നെയാണ് ശാപം എന്ന പദവും നമുക്ക് ആദ്യം കാണാനായിട്ട് കഴിയുന്നത്. അത് 2 അധ്യായങ്ങൾ കൂടി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും 3-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ 14-ാമത്തെ വാക്യത്തിൽ ആദ്യത്തെ തവണ ശാപം എന്ന വാക്ക് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് പാമ്പിനെ ദൈവം ശപിക്കുന്നതായിട്ടാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് വേദപുസ്തകത്തിൽ ഏറ്റവും ആദ്യമായിട്ട് ശാപം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും മനുഷ്യനോട് ദൈവം പറയുന്ന ഒരു വേദഭാഗം കൂടിയുണ്ട്. അത് 3:17 അവിടെ പറയുന്നത്, നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്യുക കൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ പരിണിത ഫലങ്ങളായിട്ട് ഏതാണ്ട് ഒരു 5 കാര്യങ്ങൾ താഴോട്ട് ദൈവം മനുഷ്യനോട് പറയുകയാണ്. ഈ 2 വാക്യങ്ങളുടെയും ഒരു വ്യത്യാസം ഇവിടെ ഒന്ന് പരിശോധിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഒന്ന്, പാമ്പിനോട് സംസാരിക്കുമ്പോൾ പാമ്പിനോട് കൽപ്പിക്കുമ്പോൾ പറയുകയാണ് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ മനുഷ്യനോട് പറയുകയാണ് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ മനുഷ്യനെ അവിടെ ദൈവം ശപിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ വാക്യത്തിൽ നിന്ന് കാണാനായിട്ട് കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം ധൈര്യത്തോടു കൂടെ പറയുന്നു, ദൈവം മനുഷ്യനെ ശപിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറിച്ച് അവൻ്റെ സർക്കംസ്റ്റാൻസസ്, അവൻ്റെ സാഹചര്യങ്ങളിൽ ഒരു ദൈവിക ശാപം കിടക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യനെ വാസ്തവത്തിൽ ദൈവം ശപിച്ചിട്ടില്ല. കാര്യം മനുഷ്യൻ ദൈവത്തിൻ്റെ കൈകളാൽ നിർമ്മിക്കപ്പെട്ടതും ദൈവത്തിൻ്റെ ശ്വാസം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവനുമാണ് മനുഷ്യൻ. അതുകൊണ്ട് ദൈവം മനുഷ്യനെ ശപിച്ചിട്ടില്ല. മറിച്ച് അവൻ്റെ സാഹചര്യങ്ങളിലാണ് ഒരു ദൈവിക ശാപം കിടക്കുന്നത്. ഭൂമിയിൽ അവൻ്റെ അധ്വാനങ്ങളിൽ ഒരു ശാപം കിടപ്പുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഈ വേദഭാഗത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ആദ്യമായിട്ട് അനുഗ്രഹവും ശാപവും എന്ന 2 പദങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് തുടക്ക പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെയാണ്. ദൈവം തന്നെയാണ് ഈ 2 പദങ്ങളും ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് ഈ 2 പദത്തിനും ഉള്ള ഒരു ഏറ്റവും ശക്തി ഈ 2 പദങ്ങളിലുമുണ്ട്. കാര്യം ഇത് പറഞ്ഞിരിക്കുന്നത് മനുഷ്യനല്ല, ദൈവമായതുകൊണ്ട് അതിന് 2നും വളരെ ശക്തിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്. കാര്യം ദൈവം വച്ചിരിക്കുന്നതാണ് ഇത് 2ഉം. അതുകൊണ്ട് ദൈവത്തിന് മാത്രമേ ഇത് 2ഉം നമ്മുടെ ജീവിതത്തിൽ വരുത്താനോ വരുത്താതിരിക്കാനോ കഴിയത്തുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. തുടക്ക പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തിയിൽ നാം കാണുന്ന ഈ പദം വേദപുസ്തകത്തിൻ്റെ ഒടുക്കത്തെ പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് വരെയും ഇങ്ങനെ ആവർത്തിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. മനുഷ്യ ജീവിതത്തിൽ അനുഗ്രഹവും ശാപവും സഹജമായിരിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ചിലർ വളരെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതും എന്നാൽ ചിലർ വളരെ ശാപഗ്രസ്തമായ ജീവിതത്തിലൂടെ പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുകയും അതിനകത്ത് നിന്ന് പുറത്തു വരികയും ചെയ്യുകയാണ് ഏറ്റവും ആദ്യം വേണ്ടിയത് എന്നുള്ളതാണ് തിരുവെഴുത്ത് നമ്മളോട് പറയുന്നത്. മനുഷ്യൻ്റെ ശാപം മാറാനുള്ള ഏക വഴിയെന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് അവൻ നമുക്ക് വേണ്ടിയിട്ട് ശാപമായി തീർന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവാണ് ശാപത്ത് നിന്ന് വിമോചിക്കപ്പെടാനുള്ള ഏക മാർഗം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിലേക്ക് നോക്കുന്നത് വഴിയാണ് ഒരുത്തന് ശാപഗ്രസ്തമായ ജീവിതത്തിൽ നിന്ന് വിമോചനം പ്രാപിക്കാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വരുന്ന 3 പ്രധാനപ്പെട്ട വഴികൾ അല്ലെങ്കിൽ അനുഗ്രഹത്തിൻ്റെ സാധ്യതകൾ. അതാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത്. ഏറ്റവും ആദ്യത്തേത്, അനുഗ്രഹം ദൈവത്തിൽ നിന്ന് തന്നെയാണ് ഉളവാകേണ്ടുന്നത്. കാര്യം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത് ദൈവം അവരെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ വാഴുവാൻ ദൈവം അവരോട് കൽപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ അനുഗ്രഹത്തിൻ്റെ ദാതാവ്, അനുഗ്രഹത്തിൻ്റെ ഉറവിടം, അനുഗ്രഹത്തിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ദൈവമാണ്. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ 1-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അങ്ങനെയാണെങ്കിൽ അനുഗ്രഹിക്കപ്പെടാനുള്ള ഏക വഴി ദൈവത്തെങ്കിലേക്ക് നോക്കുക എന്നുള്ളതാണ്. ദൈവമാണ് നമ്മളെ അനുഗ്രഹിക്കേണ്ടുന്നത്. ദൈവം അനുഗ്രഹിക്കാത്ത പക്ഷം മറ്റേതൊരു അനുഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. ദൈവം അനുഗ്രഹിക്കാത്ത അനുഗ്രഹങ്ങളല്ല എന്നുള്ളതാണ്.
ദൈവത്തിൻ്റെ കൈവപ്പില്ലാത്ത ഒരു അനുഗ്രഹമല്ല എന്നുള്ളതാണ്. നമ്മൾ ഭൂമിയിൽ പലരെയും നോക്കുമ്പോഴത്തേക്കും അവർ കൊള്ളാം, നന്നായിരിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ ചിലരെ കുറിച്ച് പറയാറുണ്ടെങ്കിലും വാസ്തവത്തിൽ അവരെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയകരമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. ദൈവമാണ് സകല അനുഗ്രഹത്തിൻ്റെ ഉറവിടം. സകല നന്മകളും സകല അനുഗ്രഹങ്ങളും വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ തന്നെ പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ആവർത്തന പുസ്തകം. ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വേദഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കുമെന്ന് ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ അനുഗ്രഹങ്ങളെയും ശാപങ്ങളെയും കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണ് ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം. അതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് തന്നെ പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അനുഗ്രഹത്തിൻ്റെ ഒന്നാമത്തെ ഉറവിടം, ദ ഫസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് അത് നമ്മുടെ ദൈവമാണ്. ദൈവത്തിൽ നിന്നല്ലാതെ മനുഷ്യന് യാതൊരു അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നില്ല. ദൈവമാണ് അനുഗ്രഹത്തിൻ്റെ ഉറവിടം എന്നുള്ളതാണ് ഈ ചിന്തകളുമായി ഏറ്റവും ആദ്യം പറയേണ്ടുന്ന പ്രധാനപ്പെട്ട വസ്തുത. രണ്ടാമത്തേത്, അനുഗ്രഹത്തിൻ്റെ മറ്റൊരു ഉറവിടം ദൈവം ഭൂമിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാതാപിതാക്കളാണ്. ദൈവം നമുക്ക് ഭൂമിയിൽ നൽകിയിരിക്കുന്ന നമ്മുടെ അമ്മയപ്പന്മാർ അനുഗ്രഹത്തിൻ്റെ ഒരു ഉറവിടമാണ്, അനുഗ്രഹത്തിൻ്റെ ഒരു സോഴ്സാണ്. എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പഴയ നിയമത്തിലെ ഒരു വേദഭാഗം, ആവർത്തന പുസ്തകത്തിലെ ഒരു വേദഭാഗം അപ്പോസ്തലൻ ലേഖനങ്ങളിൽ കോട്ട് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. എവിടെയെങ്കിലും ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ വേദഭാഗങ്ങൾ ഉണ്ടെങ്കിൽ രണ്ടിനും തുല്യ പ്രാധാന്യമുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എഫേസ്യ ലേഖനത്തിൽ ആ പഴയ നിയമത്തിലെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സായിട്ടിരിക്കുവാനും നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തത്തോടു കൂടിയ കൽപ്പനയാണ്. അങ്ങനെയാണെങ്കിൽ അനുഗ്രഹത്തിൻ്റെ മറ്റൊരു സോഴ്സ്, അനുഗ്രഹത്തിൻ്റെ മറ്റൊരു ഉറവിടം എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. അവരെ സൂക്ഷിക്കുകയും അവരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുകയും അവരെ അനുസരിക്കുകയും ചെയ്യുന്നത് അനുഗ്രഹത്തിൻ്റെ മറ്റൊരു ഉറവിടമായിട്ട് വേദപുസ്തകം ചിത്രീകരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അനുഗ്രഹം പ്രാപിക്കാനുള്ള ദൈവിക സോഴ്സിൻ്റെ ഒരു രണ്ടാമത്തെ സെക്ടർ എന്ന് പറയുന്നത് അത് നമ്മുടെ മാതാപിതാക്കളാണ്. മൂന്നാമത്തെ ഒരു സോഴ്സ് ഉണ്ട്. അത് ആവർത്തന പുസ്തകം 34-ന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇവിടെ മോശ മരിച്ചതിന് ശേഷം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വേദഭാഗമാണ്. നൂൻ്റെ മകനായ യോശുവയെ മോശ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നത് കൊണ്ട് അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു എന്നൊരു വേദഭാഗം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അവിടെ മോശ നൂൻ്റെ മകനായ യോശുവയെ അനുഗ്രഹിച്ചിരുന്നത് കൊണ്ട്, കൈവച്ച് അനുഗ്രഹിച്ചിരുന്നത് കൊണ്ട് അവൻ അനുഗ്രഹമുള്ളവനായി അഥവാ ജ്ഞാനാത്മപൂർണനായി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അനുഗ്രഹത്തിൻ്റെ മൂന്നാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് ദൈവദാസന്മാരുടെ കൈവെപ്പും അനുഗ്രഹവും അനുഗ്രഹത്തിൻ്റെ ഒരു ഉറവിടമാണ്. ധാരാളം തെളിവുകൾ പിന്നീട് പുതിയ നിയമത്തിലോട്ട് വരുമ്പോഴും പഴയ നിയമത്തിലും നമുക്ക് പലയിടങ്ങളിൽ കാണാനായിട്ട് കഴിയും. ദൈവദാസന്മാരുടെ കൈവെപ്പും അനുഗ്രഹവും അനുഗ്രഹത്തിൻ്റെ ഒരു ഉറവിടമാണ്. ഈ ചിന്തകൾ ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിൽ ജീവിക്കാൻ കഴിയുന്നത് വളരെ രസകരമായിരിക്കുന്ന ഒന്നാണ്, വളരെ സൗഭാഗ്യകരമായിരിക്കുന്ന ഒരു വസ്തുതയാകുന്നു. എവിടെയെങ്കിലും ആർക്കെങ്കിലും അത്തരത്തിലൊരു അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ 3 കാര്യങ്ങൾ ദയവായി ഒന്ന് ഓർത്തിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. ശാപം എന്നുള്ളൊരു വിഷയം നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുകയാണ്. ഈ സന്ദേശത്തിൻ്റെ ഒരു 2-ാമത്തെ ഭാഗമായിട്ട് ശാപകാരണങ്ങൾ, മനുഷ്യജീവിതത്തിൽ ശാപം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന മറ്റൊരു വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ ടെൻഡ് ഹോളി സ്പിരിറ്റ് നിങ്ങൾക്ക് ലഭ്യമാണ്. അതും കേൾക്കുവാനായിട്ട് സ്നേഹപുരസരം അഭ്യർത്ഥിക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.